ഹലോ മിനി റാബിറ്റ്സ്. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെയുള്ള മിനിയൻ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള മിനിയൻ ലാമ്പാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു എഗ്ഗിൻ്റെ ഷെല്ലെടുത്തിട്ട് ഇതുപോലെ ഒരു യെല്ലോ ഷെയ്ഡ് കളറ് അടിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിനിയനെ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിലൊന്ന് കളർ അടിച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് മിനിയൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചിട്ടെടുക്കാം കേട്ടോ. ഞാൻ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടില്ല, അപ്പോൾ കുറേ ടൈം എടുത്ത് വരച്ചതുകൊണ്ട് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും റെഫറൻസ് നോക്കി ഇതുപോലെ തന്നെ ഒന്ന് വരച്ചിട്ടായി. സിമ്പിളായിട്ടുള്ള മിനിയനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന എക്സെല്ലൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിനിയൻ്റെ കണ്ണിൻ്റെ മേലെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രേ കളറാട്ടോ കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് ഗ്രേ ആയിട്ട് തോന്നില്ലെങ്കിലും അത് ഗ്രേ കളറാട്ടോ. അങ്ങനെ ഞാൻ ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് മിനിയൻ്റെ ബാബാ സൂട്ട് ഒന്ന് കളർ എടുത്ത് കൊടുക്കട്ടെ. ഞാനൊരു ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മിനിയൻ്റെ ബാബാ സൂട്ട് ഒന്ന് കളർ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിനിഷ് ആക്കി എടുക്കട്ടെ. എല്ലാതും കളർ കൊടുത്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള മിനിയനെ കിട്ടണമെങ്കിൽ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള മിനിയനെ വരച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മിനിയൻ്റെ കയ്യിലുള്ള ഹാർട്ടിനൊക്കെ കളർ കൊടുത്തു. അങ്ങനെ നമ്മൾ മിനിയനെ ടോട്ടലി മൊത്തത്തിലൊന്ന് കളർ കൊടുത്തിട്ട് എടുക്കാം കേട്ടോ. മിനിയൻ്റെ ഗ്ലൗസും ഒന്ന് കളർ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സൂക്ഷിച്ചിട്ടാട്ടോ കൊടുക്കേണ്ടത്, മറ്റേത് പരന്നാൽ ഫുള്ള് പോയി ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് കളർ എടുത്തിട്ടുണ്ട്. ഇനി ഐയും കൂടി ഒന്ന് കളർ കൊടുക്കാനുള്ളൂ. ഇപ്പോൾ ഞാൻ ഐയും കളർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് ഫിനിഷാക്കി ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി നമുക്ക് ഇതിന് കാലുകൾ വെച്ച് കൊടുക്കാം. കാരണം അത് എഗ് ഷെല്ലായതുകൊണ്ട് തന്നെ കാല് നിൽക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കാല് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാല് വയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കേണ്ട റെസിപ്പി വേണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ക്ലേ ആണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഞാനൊരു പേപ്പറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചളിയാവും വിചാരിച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു കാലിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ബോളും കൂടി ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു മിനിയൻ്റെ കാല് പോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ എഗ്ഗൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ എഗ്ഗ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിനിയൻ നല്ല അടങ്ങി നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എഗ് ഷെല്ലിൽ ഫുള്ളും വാട്ടർ നിറയ്ക്കണം കേട്ടോ. എന്നിട്ട് നിറയാൻ നേരത്താവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഓയിൽ ഇതുപോലെ സിറിഞ്ചിലാക്കിയിട്ടോ അല്ലാതെയോ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു തിരി എടുത്തിട്ട് അതിന് മേലെ ഞാൻ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തിരി ഒന്ന് ഉള്ളിലേക്ക് പോകാതിരിക്കാനാണ് കേട്ടോ, വീണ് പോകാതിരിക്കാനാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലെ കൂടെ എണ്ണ ഒഴിക്കുമ്പം തിരി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കത്താൻ കുറച്ച് പ്രയാസമാവും. അപ്പം നമ്മളത് ലാമ്പ് നന്നായി കത്തി നല്ല അടിപൊളി റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് നൈറ്റ് വ്യൂ അടിപൊളി കേട്ടോ.